3700 കോടി രൂപ വില വരുന്ന ഒരു വിമാനത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അതല്ല ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വീതിയുള്ള ഒരു വിമാനത്തെയോ? എന്നാൽ അങ്ങനെ ഒരു വിമാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമായ എയർബസ് A380. കിച്ചൺ മുതൽ ലക്ഷറി ബാറും കുളിക്കാനുള്ള ബാത്റൂം സൗകര്യം വരെയുള്ള എയർബസ് A380ൻ്റെ അകത്തെയും നിർമ്മാണ സമയത്തെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ എയർബസ് A380 വിമാനത്തിൽ സീറ്റും മറ്റ് സൗകര്യങ്ങളും സെറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചെയ്യുന്ന ഒരു പ്രധാന ജോലിയുണ്ട്. അതാണ് പെയിൻറ്റിംഗ്. പെയിൻറ്റിങ്ങിന് ഇപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പറയാം. ഈ വിമാനത്തിന് പല ലെയറുകളായാണ് പെയിൻ്റ് അടിക്കുന്നത്. പ്രൈമറും ബേസ് കോട്ടും അടിച്ചിട്ട് പിന്നെ മെയിൻ പെയിൻറ്റും അവസാനം നല്ല ഗ്ലോയിങ് കിട്ടാൻ ഒരു ക്ലിയർ കോട്ടും അടിക്കുന്നു. ജർമ്മനിയിലെ ഹാംബർഗിലുള്ള എയർബസിൻ്റെ വലിയൊരു വർക്ക്ഷോപ്പിൽ വെച്ച് ഈ പെയിൻറ്റിംഗ് കൂടുതലായും ചെയ്യുന്നത്. ഇതിനൊക്കെ കൂടി ഏകദേശം 2 ആഴ്ച സമയമെടുക്കും. ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും വിമാനത്തിലെ പെയിൻറ്റിന് മാത്രം ഏകദേശം 531 കിലോ ഭാരമുണ്ടാകുമെന്നാണ് എയർബസ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ചെറിയ കാറിൻ്റെ അത്രയും ഭാരം. പക്ഷേ വിമാനത്തിൽ പെയിൻറ് ചെയ്യേണ്ട സ്ഥലം എത്രയാണെന്നറിയാമോ? ഏകദേശം 38,000 സ്ക്വയർ ഫീറ്റ് വരുമത്. അതായത് ഏതാണ്ട് 3/4 ഏക്കറോളം സ്ഥലം. ഇതിലെ ഓരോ ഇഞ്ചും ഒരേപോലെ തന്നെ പെയിൻറ് ചെയ്യുകയും വേണം. കാരണം ഈ വിമാനം 35,000 മുതൽ 40,000 അടി ഉയരത്തിലാണ് പറക്കുന്നത്. അവിടെ നല്ല പോലെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉണ്ടാകും. പോരാത്തതിന് ആകാശത്തെ -60 ഡിഗ്രി തണുപ്പും താഴെ തറയിലെ 50 ഡിഗ്രി ചൂടും ഈ ബോഡി താങ്ങണം. അപ്പോൾ ഈ പെയിൻറ് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം അടിക്കുന്നതല്ല എന്ന് മനസ്സിലായല്ലോ. വിമാനത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ പെയിൻ്റാണ്. ഇതില്ലെങ്കിൽ വിമാനത്തിൻ്റെ അലുമിനിയം ബോഡി പെട്ടെന്ന് തുരുമ്പെടുക്കാനും കേടുവരാനും തുടങ്ങും. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ എയർബസ് A380 ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം 40 ലക്ഷം ചെറിയ ചെറിയ പാർട്സുകൾ ചേർത്താണ്. ഇതിൻ്റെ വലിയ കാർബൺ ഫൈബർ ചിറകുകളും റോൾസ് റോയ്സ് എഞ്ചിനും മുതൽ ഇതിനെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന ചെറിയ സ്ക്രൂകളും നെട്ടുകളും വയറുകളും വരെയുള്ള എണ്ണമാണിത്. അതാണ് 40 ലക്ഷം ഭാഗങ്ങൾ. ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് നിരത്തി വെക്കണമെങ്കിൽ ഒരു ചെറിയ ടൗണിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു വലിയ ബിൽഡിംഗ് തന്നെ വേണ്ടിവരും. ഈ 40 ലക്ഷം പാർട്സുകൾ വരുന്നത് 30 രാജ്യങ്ങളിലായി കിടക്കുന്ന ഏകദേശം 1500ഓളം കമ്പനികളിൽ നിന്നാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും സങ്കീർണമായി സാധനങ്ങൾ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന മറ്റൊരു മെഷീൻ ഇല്ലെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ രാജ്യത്താണ് ഉണ്ടാക്കുന്നത്. ചിറകുകൾ വെയിൽസിലും ബോഡിയുടെ ഭാഗങ്ങൾ ജർമ്മനിയിലും ഫ്രാൻസിലുമാണ് ഉണ്ടാക്കുന്നത്. വാലിൻ്റെ അടിഭാഗം സ്പെയിനിലും നേരെ നിൽക്കുന്ന വാല് അഥവാ സ്ട്രെയിറ്റ് ടൈൽ ജർമ്മനിയിലുമാണ് ഉണ്ടാക്കുന്നത്. ലാൻഡിംഗ് ഗിയർ ഫ്രാൻസിലാണ് നിർമ്മിക്കുന്നത്. എഞ്ചിനുകൾ ഇംഗ്ലണ്ടിലെ റോൾസ് റോയ്സോ അല്ലെങ്കിൽ അമേരിക്കയിലെ കമ്പനികളോ ആണ് നിർമ്മിക്കുന്നത്. ബാക്കിയുള്ള വയറിംഗ്, ഇലക്ട്രിക് സാധനങ്ങൾ, ഉള്ളിലെ ലൈറ്റ്, TV ഇതൊക്കെ ജപ്പാൻ, കൊറിയ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വരുമ്പോൾ ഇതെല്ലാം കൃത്യമായി ഒരുമിപ്പിച്ച് ചേർക്കുക എന്നത് വിമാനത്തോളം തന്നെ വലിയൊരു ചലഞ്ചാണ്. ഓരോ ചെറിയ സാധനവും പക്കാ അളവിൽ തന്നെ ഉണ്ടാക്കണം. 1 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം വന്നാൽ പോലും അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓരോ പാർട്ടും അസംബിൾ ചെയ്യാൻ വേണ്ടി കൃത്യസമയത്ത് കറക്റ്റ് ഫാക്ടറിയിൽ എത്തണം. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നുള്ള ഒരൊറ്റ സാധനം വരാൻ വൈകിയാൽ അത് മൊത്തം വിമാനത്തിൻ്റെ നിർമ്മാണത്തെ തന്നെ ബാധിക്കും. ഈ പ്ലെയിനിലെ കേബിളുകളും വയറുകളും എല്ലാം അഴിച്ചെടുത്ത് നേരെ നീട്ടി വെക്കുകയാണെങ്കിൽ ഏകദേശം 530 കിലോമീറ്റർ നീളം വരും. ഓരോ വിമാനത്തിലും 1 ലക്ഷത്തിലധികം വയറുകളുണ്ട്. അവ 40,000-ലധികം കണക്ടറുകൾ വെച്ച് ബന്ധിപ്പിച്ചാണ് വിമാനത്തിനുള്ളിലൂടെ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാരം മാത്രം ആയിരക്കണക്കിന് കിലോഗ്രാം വരും. സത്യത്തിൽ ഈ A380 നിർമ്മിക്കുന്നതിനേക്കാൾ വലിയൊരു സാഹസികതയായിരുന്നു ഇതിൻ്റെ പാർട്സുകൾ ഫാക്ടറിയിൽ എത്തിക്കുക എന്നത്. ഇതിൻ്റെ അവസാനത്തെ അസംബ്ലിംഗ് നടക്കുന്നത് ഫ്രാൻസിലെ ടൗളൂസിലാണ്. എന്നാൽ വിമാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് യൂറോപ്പിലെ പല ഫാക്ടറികളിലായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഫ്രാൻസിലേക്ക് എത്തിക്കാൻ വളരെ വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെ വേണ്ടിവന്നു. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 575 ടണ്ണിലധികം ഭാരമുള്ളതും ഭീമാകാരമായ പവർ തരുന്ന 4 വലിയ എഞ്ചിനുകൾ ഉള്ളതുമായ ഒരു വിമാനമായിരുന്നിട്ട് കൂടി ലോകത്തിലെ ഏറ്റവും ശബ്ദം കുറഞ്ഞ വലിയ വിമാനങ്ങളിൽ ഒന്നാണിത്. ബോയിങ് 747-നേക്കാളും ഇതിന് ശബ്ദം കുറവാണ്. ഈ വിമാനം പ്ലാൻ ചെയ്ത കാലം തൊട്ടേ ശബ്ദം കുറയ്ക്കുക എന്നതായിരുന്നു എഞ്ചിനീയർമാരുടെ പ്രധാന ലക്ഷ്യം. കാരണം ഇത്രയും വലിയൊരു വിമാനം സർവീസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെക്കുറിച്ച് എയർപോർട്ടുകാരും നാട്ടുകാരുമൊക്കെ പരാതി പറയുമെന്ന് എയർബസിന് നന്നായി അറിയാമായിരുന്നു.
ശബ്ദം കൂടിയാൽ എയർപോർട്ടുകാർ ചിലപ്പോൾ ഫ്ലൈറ്റിൻ്റെ സമയം കുറയ്ക്കുകയോ ഫൈൻ അടിക്കുകയോ ഒക്കെ ചെയ്യാം. അത് എയർലൈനുകൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് വിമാനത്തിൽ ശബ്ദമുണ്ടാക്കുന്ന എല്ലാ ഭാഗങ്ങളിലും പുതിയ ടെക്നോളജികൾ കൊണ്ടുവന്നാണ് എഞ്ചിനീയർമാർ ഇത് സാധിച്ചെടുത്തത്. ഇതിൻ്റെ എഞ്ചിനുകൾ വലിയ ഫാൻ ബ്ലേഡുകളുള്ള പ്രത്യേകതരം ഡിസൈനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവ ചെറിയ എഞ്ചിനുകളേക്കാൾ നല്ല പവർ തരികയും എന്നാൽ ശബ്ദം കുറവായിരിക്കുകയും ചെയ്യും. ലണ്ടൻ, സിഡ്നി, ദുബായ്, സിംഗപ്പൂർ പോലെയുള്ള വലിയ എയർപോർട്ടുകളുടെ അടുത്തുള്ള നാട്ടുകാർ പറയുന്നത് പഴയ ബോയിങ് വിമാനങ്ങളെക്കാൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഇതിന് ശബ്ദം വളരെ കുറവാണെന്നാണ്. ഈ വിമാനം പറത്തുന്ന പൈലറ്റുമാരും പറയുന്നത് ആകാശത്ത് പറക്കുമ്പോൾ ഇതിനുള്ളിൽ വളരെ ശാന്തമാണ് എന്നാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ 2 നിലകളാണ് ഈ വിമാനത്തിനുള്ളത്. മറ്റ് വിമാനങ്ങളെക്കാൾ വീതിയുള്ള ബോഡിയും 5900 സ്ക്വയർ ഫീറ്റിലധികം സ്ഥലവും ഇതിലുണ്ട്. ഏകദേശം ഒരു വലിയ വീടിൻ്റെ അത്രയും വലിപ്പം ഇതിനുള്ളിലുണ്ട് എന്നർത്ഥം. മുൻപ് ഒരു വിമാനത്തിലും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ആഡംബര സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ സ്ഥലം കൊണ്ട് പറ്റി. മുകളിലത്തെ നിലയുടെ മുൻഭാഗം കണ്ടാൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ റൂം പോലെ തോന്നും. ഫ്ലൈറ്റിനുള്ളിൽ കുളിക്കാനുള്ള ഷവർ സൗകര്യം ആദ്യമായി കൊണ്ടുവന്നത് എമിറേറ്റ്സ് ആണ്. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് വേണ്ടി മാത്രം 2 വലിയ ഷവർ റൂമുകൾ അവർ മുകളിലത്തെ നിലയിൽ സെറ്റ് ചെയ്തു. അതുമാത്രമല്ല എമിറേറ്റ്സ് അപ്പർ ഡെക്കിലെ മുകളിലായി ബാറും ലോഞ്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് സംസാരിച്ചിരിക്കാൻ ലെതർ സീറ്റുകളും സ്നാക്കുകളും ബാർടെൻഡറുമൊക്കെയുള്ള ഒരു സ്പേസ്. 2007 ഇത് വന്നപ്പോൾ അതൊരു വിപ്ലവം തന്നെയായിരുന്നു. 2017 അതിൻ്റെ പുതിയ മോഡൽ വന്നതോടെ വിമാനയാത്ര ഒരു പ്രൈവറ്റ് ഹോട്ടലിൽ താമസിക്കുന്ന പോലെയായി മാറി. അടുത്തടുത്തുള്ള റൂമുകൾ കൂട്ടിച്ചേർത്ത് ഒരു വലിയ ഡബിൾ ബെഡുള്ള റൂമാക്കി മാറ്റാൻ വരെ പറ്റും. ഒരു സാധാരണ കൊമേഴ്ഷ്യൽ വിമാനത്തിൽ വരുന്ന ആദ്യത്തെ ഡബിൾ ബെഡും ഇത് തന്നെയാണ്. ഇതൊക്കെ പോട്ടെ, ഇത്തിഹാദ് എയർവേസ് ഇതിലും വലിയൊരു ഇന്നൊവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദി റെസിഡൻസ് എന്ന പേരിൽ വിമാനത്തിൻ്റെ മുൻഭാഗം മുഴുവനായി എടുത്ത് 2 പേർക്ക് യാത്ര ചെയ്യാൻ പാകത്തിൽ 3 മുറികളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെ അവർ ഉണ്ടാക്കി. ലിവിംഗ് റൂമിൽ ലെതർ സോഫയും വലിയ ടിവിയും, വേറൊരു റൂമിൽ വലിയ ഡബിൾ ബെഡും, പിന്നെ കുളിക്കാൻ ഒരു പ്രൈവറ്റ് ബാത്റൂമും. 2014 ഇത് തുടങ്ങിയപ്പോൾ അബുദാബിയിൽ നിന്ന് ലണ്ടനിലേക്ക് 1 വേക്ക് മാത്രം ടിക്കറ്റ് ചാർജ് ഏകദേശം 16 ലക്ഷത്തിലധികം രൂപയായിരുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് A380യുടെ ആ വലിപ്പം കൊണ്ട് മാത്രമാണ്. വേറെ ഒരു വിമാനത്തിനും ഇത്രയും ഭാരവും സ്ഥലവും താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. ആ ഷവർ റൂമുകൾക്ക് മാത്രം വെള്ളം ചൂടാക്കാനും പോകാനുമുള്ള വലിയൊരു പ്ലംബിംഗ് സിസ്റ്റം തന്നെ വിമാനത്തിൽ സെറ്റ് ചെയ്യേണ്ടി വന്നു. 100 കണക്കിന് കിലോ ഭാരമുള്ള ഒരു വലിയ സിസ്റ്റമാണിത്. ഇനി ഇതിൻ്റെ ചിറകുകളുടെ കാര്യം നോക്കാം. ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലുതും മോഡേൺ ആയതുമായ ചിറകുകളാണിത്. വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെയുള്ള നീളം മാത്രം 261 അടിയോളം, ഏകദേശം 79.75 മീറ്റർ നീളം വരും. ബോയിങ് 747-നേക്കാളും വലിയ നീളമാണിത്. ഒരു സാധാരണ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വീതിയേക്കാൾ കൂടുതലാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഭവം സത്യമാണ്. അലൂമിനിയവും കാർബൺ ഫൈബറുമൊക്കെ ചേർത്താണ് ഈ ചിറകുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കാലത്ത് ഒരു കൊമേഴ്ഷ്യൽ വിമാനത്തിൽ ഇത്രയധികം അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. വിമാനത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുക, 4 വലിയ എഞ്ചിനുകളെ പിടിച്ചു നിർത്തുക, ഉള്ളിൽ ഫ്യുവൽ ടാങ്കുകൾ വെക്കുക, ഒപ്പം 400 അടി ഉയരത്തിൽ അത്രത്തോളം സ്പീഡിൽ പറക്കുമ്പോഴുള്ള കാറ്റിൻ്റെ പ്രഷർ താങ്ങുക, ഇതൊക്കെയാണ് ഈ ചിറകുകളുടെ ജോലി. പക്ഷേ എയർബസ് കമ്പനി ഈ വിമാനം പ്രഖ്യാപിച്ചപ്പോൾ ലോകത്തിലെ മിക്ക എയർപോർട്ടുകാർക്കും അതൊരു വലിയ തലവേദനയായി മാറി. കാരണം അന്നത്തെ ഒരു എയർപോർട്ടും ഇത്രയും വലിയൊരു വിമാനത്തെ ഉൾക്കൊള്ളാൻ പാകത്തിലായിരുന്നില്ല. 262 അടിയോളമുള്ള ചിറകിൻ്റെ നീളം കാരണം അന്നത്തെ എയർപോർട്ടുകളിലെ റൺവേകളിലോ ഗേറ്റുകളിലോ ഒന്നും ഇത് കൊള്ളില്ലായിരുന്നു. അന്നത്തെ എയർപോർട്ടുകളൊക്കെ ബോയിങ് 747 വിമാനത്തിൻ്റെ വലിപ്പം വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇതിൻ്റെ ഭാരം താങ്ങുക എന്നതായിരുന്നു അടുത്ത പ്രശ്നം. 575 ടൺ ഭാരമുള്ള ഈ വിമാനത്തിന് മൊത്തം 22 ടയറുകളാണുള്ളത്. നടുക്ക് 20ഉം മുൻപിൽ 2ഉം. ഈ ടയറുകൾ നിലത്തുണ്ടാക്കുന്ന പ്രഷർ താങ്ങാൻ അന്ന് പല റൺവേകൾക്കും ശേഷിയുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ 4 വലിയ എഞ്ചിനുകളിൽ നിന്ന് വരുന്ന കാറ്റ് വിമാനത്തിൻ്റെ പുറകിൽ 300 അടി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കാർ വരെ തെറിപ്പിച്ചു കളയാൻ തക്ക ശക്തിയുള്ളതായിരുന്നു. അതുകൊണ്ട് എയർപോർട്ടുകളിൽ വലിയ സുരക്ഷാ വേലികളും സേഫ്റ്റി സോണുകളുമൊക്കെ വേണ്ടി വന്നു. ഇതോടെ ലോകമെമ്പാടുമുള്ള വലിയ എയർപോർട്ടുകൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി വലിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. റൺവേകൾ വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി. ടാക്സി വേകളുടെ വീതി കൂട്ടി. വിമാനത്തിലേക്ക് ആളുകൾ കയറുന്ന ഗേറ്റുകളിൽ പുതിയ ബ്രിഡ്ജുകൾ വെച്ചു. വിമാനത്തിൻ്റെ താഴത്തെ നിലയിലേക്കും മുകളിലത്തെ നിലയിലേക്കും ഒരേ സമയം ആളുകളെ കയറ്റാൻ പാകത്തിനാണ് ഇതൊക്കെ മാറ്റിയെടുത്തത്. ഒരേ സമയം 2 നിലകളിലേക്ക് യാത്രക്കാരെ കയറ്റുന്ന ഒരേ ഒരു ഫ്ലൈറ്റ് ഈ A380 മാത്രമാണ്. ദുബായ് കഴിഞ്ഞാൽ A380 ഏറ്റവും കൂടുതൽ വരുന്ന ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിലെ ടെർമിനൽ 5 ഉണ്ടാക്കിയത് തന്നെ ഈ വിമാനത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്.
വലിയ വഴികൾ, ബലമുള്ള തറകൾ, 2 നിലകളിലേക്കും കയറാവുന്ന ബ്രിഡ്ജുകളൊക്കെ അവർ ഒരുക്കി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എയർബസ് A380 എന്ന ഈ പ്ലെയിൻ ഉണ്ടാക്കിയെടുക്കാൻ കമ്പനിക്ക് എത്ര ചിലവായി എന്നറിയാമോ? ഏകദേശം $25 ബില്യൺ, അതായത് 2 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ. യൂറോപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് പ്രൊജക്റ്റുകളിൽ ഒന്നാണിത്. ഈ വിമാനത്തിൽ മൊത്തം എക്കണോമി ക്ലാസ് മാത്രമാണെങ്കിൽ 853 പേർക്ക് വരെ യാത്ര ചെയ്യാം. ഇനി ഫസ്റ്റ് ക്ലാസും ബിസിനസ് ക്ലാസും ഒക്കെ ചേർന്നുള്ള സിസ്റ്റത്തിലാണെങ്കിൽ പോലും 400 മുതൽ 550 പേർക്ക് സുഖമായി ഇരുന്നു പോകാം. പക്ഷേ ഇവിടെയാണ് ശരിക്കുമുള്ള പ്രശ്നം വരുന്നത്. എയർബസ് കമ്പനി കോടികൾ ഒഴുക്കി ലോകത്തിലെ ഏറ്റവും വലിയ പ്ലെയിൻ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ മറ്റ് കമ്പനികൾ ഇതിന് നേരെ ഓപ്പോസിറ്റായ വഴിയാണ് തിരഞ്ഞെടുത്തത്. ബോയിങ് കമ്പനി ഇതിനെതിരെ മറ്റൊരു വലിയ വിമാനം ഉണ്ടാക്കാൻ നിൽക്കാതെ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി. ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത്. അവർ ബോയിങ് 787 ഡ്രീം ലൈനർ എന്നൊരു വിമാനമുണ്ടാക്കി. A380നേക്കാൾ ചെറിയ, ഭാരം കുറഞ്ഞ ഇന്ധനം മാത്രം വേണ്ട 2 എഞ്ചിനുകളുള്ള വിമാനമായിരുന്നു അത്. ബോഡി കൂടുതലും കാർബൺ ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. A380 പോകുന്ന അത്രയും ദൂരം ഇതിനും പോകാം. പക്ഷേ ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ഓരോ ഫ്ലൈറ്റിനും ചിലവ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ എയർലൈനുകൾക്ക് ഇത് എവിടെ വേണമെങ്കിലും ലാഭത്തിൽ റൺ ചെയ്യിക്കാം. ഈ 787 വിമാനത്തിൻ്റെ വരവ് A380യുടെ ബിസിനസ്സിനെ പാടെ തകർത്തു കളഞ്ഞു. ആ തകർച്ച ചെറിയൊരു വീഴ്ചയല്ലായിരുന്നു. എയർലൈനുകൾക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വലിയ എയർപോർട്ടുകളിൽ പോയി കണക്റ്റിംഗ് ഫ്ലൈറ്റ് പിടിക്കാൻ യാത്രക്കാരെ നിർബന്ധിക്കുന്നതിന് പകരം ഈ 787 ഉപയോഗിച്ച് ചെറിയ നഗരങ്ങൾക്കിടയിൽ നേരിട്ട് ഫ്ലൈറ്റ് സർവീസ് നടത്താം. അതിലെ 250 സീറ്റുകൾ പെട്ടെന്ന് ഫില്ലാക്കാനും നല്ല ലാഭമുണ്ടാക്കാനും അവർക്ക് പറ്റി. 2010 കഴിഞ്ഞതോടെ ഈ മാറ്റം ഭയങ്കര വേഗത്തിലായി. 2 എഞ്ചിനുള്ള വിമാനങ്ങൾ വിശ്വസിച്ച് ഓടിക്കാമെന്ന് തെളിഞ്ഞു. കടലിന് മുകളിലൂടെ ഈ വിമാനങ്ങൾക്ക് പറക്കാനുള്ള നിയമങ്ങളിലും ഇളവുകൾ വന്നു. അവസാനം 2019 ഫെബ്രുവരിയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ പ്രഖ്യാപനം എയർബസ് കമ്പനി നടത്തി. അവർ A380 വിമാനങ്ങളുടെ നിർമ്മാണം നിർത്താൻ പോവുകയാണ്. ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ കസ്റ്റമറായ എമിറേറ്റ്സ് തങ്ങളുടെ ഓർഡറുകൾ വെട്ടിക്കുറച്ചതാണ് ഇതിന് കാരണം. വിമാനം വാങ്ങാൻ വേറെ ആളില്ലാത്ത അവസ്ഥയായി. മൊത്തത്തിൽ വെറും 251 വിമാനങ്ങൾ മാത്രമാണ് കമ്പനിക്ക് വിൽക്കാൻ പറ്റിയത്. ആദ്യം അവർ വിചാരിച്ചിരുന്നത് 1200 വിമാനങ്ങളെങ്കിലും വിൽക്കാൻ പറ്റുമെന്നായിരുന്നു. ഈ പ്രൊജക്റ്റിൽ നിന്ന് കമ്പനിക്ക് ഒരു ലാഭവും കിട്ടിയില്ല. മുടക്കിയ കാശ് പോലും തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. പൈലറ്റുമാർക്കും യാത്രക്കാർക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വിമാനമായിരുന്നിട്ട് കൂടി ബിസിനസ് ലോകത്ത് A380 ഒരു വലിയ പരാജയമായി മാറി. കാരണം ആളുകൾക്ക് വേണ്ടത് ഇതല്ലെന്ന് വിപണി പണ്ടേ തീരുമാനിച്ചിരുന്നു. പക്ഷേ കഥയിൽ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. 2020 കൊറോണ വന്ന് ഫ്ലൈറ്റുകളൊക്കെ നിർത്തിവെച്ചപ്പോൾ A380യുടെ കഥ അവിടെ കഴിഞ്ഞുവെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എയർ ഫ്രാൻസ്, ലുഫ്താൻസ, തായ് എയർവേസ് പോലുള്ള വലിയ കമ്പനികളൊക്കെ ഇനി A380 ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞ് എന്നേക്കുമായി നിർത്തിവെച്ചു. കാരണം അത്രയും വലിയ പ്രതിസന്ധിയിൽ 500 സീറ്റുകൾ നിറയ്ക്കുക എന്നത് നടക്കാത്ത കാര്യമായിരുന്നു. അങ്ങനെ ഒരുപാട് A380 വിമാനങ്ങൾ സ്പെയിനിലെയും അമേരിക്കയിലെയും ഒക്കെ പാർക്കിംഗ് ഏരിയകളിൽ കൊണ്ടുപോയിട്ടു. ചില വിമാനങ്ങളൊക്കെ പൂർണ്ണമായി പൊളിച്ചു കളഞ്ഞു. അതിൻ്റെ പാർട്സും എഞ്ചിനും വേറെ വിറ്റും, ബോഡി റീസൈക്കിൾ ചെയ്തു. പക്ഷേ കൊറോണയൊക്കെ കഴിഞ്ഞ് ആളുകൾ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങിയതോടെ കഥ മാറി. ആളുകൾ ഇരട്ടിയായി വരാൻ തുടങ്ങി. 2022ലും 2023ലുമൊക്കെ നിയന്ത്രണങ്ങൾ മാറിയപ്പോൾ ദൂരയാത്ര ചെയ്യുന്നവരുടെ എണ്ണം നല്ലതുപോലെ കൂടി. വിമാനങ്ങൾ നിർത്തിവെച്ച എയർലൈനുകൾക്ക് ആളുകളെ കൊള്ളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ലണ്ടനിൽ നിന്ന് ദുബായിലേക്കും സിഡ്നിയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുമൊക്കെയുള്ള ടിക്കറ്റുകൾ ആഴ്ചകൾക്ക് മുൻപേ ഫുൾ ബുക്കിംഗ് ആയി മാറി. ചെറിയ വിമാനങ്ങൾക്ക് ഇത്രയും ആളുകളെ താങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പഴയ A380 മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അങ്ങനെ പാർക്ക് ചെയ്തു വെച്ചിരുന്ന വിമാനങ്ങളൊക്കെ എയർലൈനുകൾ ഓരോന്നായി പൊടി തട്ടിയെടുക്കാൻ തുടങ്ങി. വലിയ ചിലവുള്ള ഒരു പണിയായിരുന്നു അത്. ആഴ്ചകളും മാസങ്ങളും നീളുന്ന വലിയ ചെക്കിങ്ങുകൾ ഇതിന് വേണമായിരുന്നു. ഇത്രയും പണിയുണ്ടായിട്ടും ഈ വിമാനം തരുന്ന ലാഭമോർത്ത് എയർലൈനുകൾ ആ ചിലവ് സഹിക്കാൻ തയ്യാറായി. ഇനി ഒരിക്കലും ഈ വിമാനം എടുക്കില്ലെന്ന് പറഞ്ഞ ലുഫ്താൻസ എയർലൈൻസ് അവരുടെ തീരുമാനം മാറ്റി. A380 വിമാനങ്ങൾ വീണ്ടും നിരത്തിലിറങ്ങാൻ തുടങ്ങി. തങ്ങളുടെ വിമാനങ്ങളൊക്കെ സ്പെയിനിലെ മരുഭൂമിയിലേക്ക് അയച്ച ബ്രിട്ടീഷ് എയർവേസ് അവയെല്ലാം തിരികെ ലണ്ടനിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇനി നമ്മുടെ എമിറേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഈ വിമാനത്തെ ഒരിക്കൽ പോലും കൈവിട്ടിരുന്നില്ല. 100-ലധികം വരുന്ന അവരുടെ A380 വിമാനങ്ങൾ അവർ കേടുപാട് കൂടാതെ നിലനിർത്തിയിരുന്നു. 2030 കഴിഞ്ഞിട്ടും തങ്ങളുടെ A380 വിമാനങ്ങൾ പറക്കുമെന്നാണ് അവർ പറയുന്നത്. A380യുടെ ഈ തിരിച്ചുവരവ് ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ വലിയൊരു അത്ഭുതമാണ്. എല്ലാവരും കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു വിമാനം ഇന്ന് ആകാശത്ത് പണ്ടത്തേക്കാളും ഭംഗിയായി പറക്കുകയാണ്. കാരണം ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്തേക്കാൾ മികച്ചതായി വേറൊന്നുമില്ല എന്ന സത്യം തന്നെയാണ് ഇവിടെയും ജയിച്ചത്. ലോകത്തെ
ലോകത്താകെ ഇങ്ങനത്തെ 251 വിമാനങ്ങളാണുള്ളത്. ഓരോന്നിലും 30 രാജ്യങ്ങളിലെ 1500 കമ്പനികളിൽ നിന്നുള്ള 40 ലക്ഷത്തോളം പാർട്സുകളുണ്ട്. ഫുൾ ലോഡിൽ 575 ടൺ ഭാരമുള്ള ഈ വിമാനത്തിന് 800-ലധികം യാത്രക്കാരെയും കൊണ്ട് ഒരൊറ്റ സ്റ്റോപ്പുമില്ലാതെ കടലുകൾ താണ്ടാൻ പറ്റും. എങ്കിലും എയർബസ് കമ്പനിക്ക് ഇതൊരു നഷ്ടക്കച്ചവടം തന്നെയായിരുന്നു. ഇപ്പോഴും അവരുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് പോലും അവരെത്തിയിട്ടില്ല. പക്ഷേ എമിറേറ്റ്സ് പോലുള്ള കമ്പനികൾ ഇതിൽ നിന്നും വൻ ലാഭം അപ്പോഴേക്കും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ഏതായാലും എയർബസ് A380 യാത്ര ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.